സ്കൂളിലെ പാത്രങ്ങളും പലചരക്ക് സാധനങ്ങളും ഒക്കെ മോഷ്ടിച്ച കള്ളനെ പിടികൂടണമെന്ന് പോലീസിന് കത്തെഴുതിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. കുട്ടികൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കേണ്ടതല്ലേ എന്ന് പോലീസും തീരുമാനിച്ചു. തൃശൂർ കോതപറമ്പ് വാസുദേവ വിലാസം സ്കൂളിന് ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും ഭക്ഷണവും വെക്കാനുള്ള പാത്രങ്ങളും ഒക്കെ മോഷ്ടിച്ച കള്ളനെ അങ്ങനെ പോലീസ് പിടികൂടി കുട്ടികൾക്ക് മുമ്പിൽ തന്നെ എത്തിച്ചു. കൊടുങ്ങല്ലൂർ കോതപറമ്പ് വാസുദേവ വിലാസം സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും പാചകപ്പുരയിലെ പാത്രങ്ങളും കഴിഞ്ഞ ആഴ്ചയാണ് മോഷണം പോയത്. അന്നത്തെ ദിവസം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ബ്രെഡും പഴവുമായിരുന്നു. കുട്ടികളുടെ ഭക്ഷണം മുടക്കിയ കള്ളനെ പിടികൂടണമെന്ന വാശി പോലീസിനുമുണ്ടായിരുന്നു. അതിനിടെയാണ് സ്കൂളിലെത്തിയ ഡിവൈഎസ്പി പി പ്രമോദിനെ പ്രധാനാധ്യാപിക PR ജ്യോതി രണ്ടാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയുടെ ഡയറിക്കുറിപ്പ് കാണിക്കുന്നത്. ഞങ്ങളെ പട്ടിണിയിലാക്കിയ കള്ളനെ കിട്ടിയാൽ വിലങ്ങ് വെച്ച് ജയിലിലിടണം എന്നായിരുന്നു രണ്ടാം ക്ലാസ്സുകാരിയായ ശിവാമിയുടെ ഡയറിക്കുറിപ്പ്. ഞങ്ങളെ പട്ടിണിയാക്കിയ കള്ളനെ കിട്ടിയാൽ വിലങ്ങ് വെച്ച് ജയിലിലിടണം. അവളുടെ ഒരു ഉള്ളിലുള്ള വികാരമാണ് ആ ഡയറിയിലൂടെ പുറത്തു വന്നത്. അത് DYSP സാർ അത് വായിക്കാനിട വരികയും അദ്ദേഹവും ആ കുട്ടിയുടെ മനസ്സിൻ്റെ വികാരമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഇത് വായിച്ച DYSP വിദ്യാർത്ഥികളെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി. മക്കളെ, ഈ കള്ളനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോലീസ് പിടികൂടി നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുവരും. ഇത് എൻ്റെ വാക്കാണ്, DYSP പറഞ്ഞു. അന്ന് നൽകിയ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഊർജിതമായി നടത്തിയ പോലീസ് അന്വേഷണത്തിൽ കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിയായ താജുദ്ദീനാണ് പിടിയിലായത്. സ്കൂളിൽ നടത്തിയ മോഷണത്തിൽ പ്രധാനിയാണ് ഇയാൾ. കുട്ടിയുടെ മനസ്സിലും മറ്റുള്ള എല്ലാവരുടെ കുട്ടികളുടെ മനസ്സിലും കള്ളനെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ സാധിപ്പിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു. അത് 15-ാം തീയതി മോഷണം നടന്നു. 20-ാം തീയതി തന്നെ നമുക്ക് മോഷ്ടാക്കളെ പിടിക്കാൻ പറ്റി. പടിഞ്ഞാറൻ വെമ്പല്ലൂരിലെ പ്രതിയുടെ സ്ക്രാപ്പ് ഗോഡൌണിന് പിന്നിലെ സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മോഷ്ടിച്ച പാത്രങ്ങൾ പോലീസ് കണ്ടെത്തിയത്. ഗോഡൌണിൽ ജോലി ചെയ്തിരുന്ന മറ്റു 3 അസം സ്വദേശികൾക്കും മോഷണത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനം പോലീസ് അങ്ങനെ പാലിച്ചു. കള്ളനെ വിലങ്ങണിയിച്ച് കുട്ടികളുടെ മുൻപിൽ കൊണ്ടു നിർത്തി. സ്കൂളിൽ തെളിവെടുപ്പും നടത്തി. പോലീസിന്റെ നടപടിയിൽ സ്കൂൾ അധികൃതരും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. ശിവാമിയുടെ ഡയറിക്കുറിപ്പിന് പിന്നാലെ DYSPയുടെ ഉറപ്പ് യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് സ്കൂളിലെ കുട്ടികളും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.